ഇന്ന് രാവിലെ പോലീസ് പറഞ്ഞത് ഇന്ന് 11:30 ഇക്കാര്യത്തിലെ മുഴുവൻ കാര്യങ്ങളിലും വ്യക്തത വരുത്തും. SP എസ് സുദർശൻ ഒരു വാർത്താസമ്മേളനമായി തന്നെ നടത്തും എന്ന് പറഞ്ഞതാണ്. അതിനിവിടെ സമീപത്തെ ഒരു ഓഡിറ്റോറിയം തിരഞ്ഞെടുക്കുകയും അവിടേക്ക് പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ ഡെവലപ്മെൻറ്റുകൾ ഈ കേസിൽ നിർണായകമായി. അതോടുകൂടി ആ വാർത്താസമ്മേളനം തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല പ്രതിയെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതി ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വൈകുകയാണ്. നിലവിൽ ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തിരക്കിട്ടുള്ള മൊഴി ശേഖരണവും ചോദ്യം ചെയ്യലും നടക്കുകയാണ്. ഈ ദേവേന്ദുവിൻ്റെ മാതാവിൻ്റെ കുടുംബം, പിതാവിൻ്റെ കുടുംബം, ഒപ്പം ദേവേന്ദുവിൻ്റെ മാതാവും ഈ പ്രതിയായ ഹരികുമാറിനും അടുത്ത ബന്ധമുള്ള പൂജാരി എന്നിവരാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിലുള്ളത്. ഈ സ്റ്റേഷനിലുള്ളതിൽ നിന്നും ഈ പൂജാരിയിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ, പൂജാരിയെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറയാൻ കഴിയുന്നത്. ബാക്കി എല്ലാവരെയും പോലീസ് വിളിച്ചു വരുത്തി, ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തി എന്ന് മാത്രമാണുള്ളത്. അതിൽ ചില മൊഴികൾ ഇന്നലെ എടുത്തതിന് സമാനമായി ചില മൊഴികൾ കൂടി എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. പ്രത്യേകിച്ചും ഇന്നലെ ശ്രീതു നൽകിയ മൊഴിയുണ്ട്. അതായത് ഈ രണ്ട് കുട്ടികളെയും ഹരികുമാർ ഇടയ്ക്കിടെ ഉപദ്രവിക്കുമായിരുന്നു, രണ്ട് കുട്ടികളെയും ഹരികുമാറിന് ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് ശ്രീതുവിൻ്റെ മൊഴി. അത് സത്യമാണോ എന്നറിയാനായാണ് ഈ മൂത്ത സഹോദരിയെ കൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തും എന്നുള്ളതാണ്. പിതാവ് ശ്രീജിത്തിൻ്റെ പിതാവിനെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതും ഈ മൊഴികൾ പരിശോധിക്കാൻ വേണ്ടിയാണ്. അയാൾ ഈ ശ്രീതുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ശ്രീതുവിനെതിരുള്ള പങ്ക് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഭർത്താവിൻ്റെ ആവശ്യം. കാരണം താൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാറില്ലായിരുന്നു, ആകെ ദുരൂഹതയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കൊലപാതകത്തിലെ പങ്കുൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ശ്രീധുവിനെതിരെ നൽകിയിരിക്കുന്ന മൊഴി. നിലവിൽ ഈ ജോത്സ്യനുമായി ബന്ധപ്പെട്ട്, ഈ പൂജാരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഈ കൊലപാതകത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിലാണ് പോലീസ് വിശദമായ പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ചും വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് ശ്രീധുവും ഒപ്പം ഹരികുമാറും ഇയാളുമായി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ്, ഈ പൂജാരിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇരുവരും പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കണിക ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നത്. പക്ഷേ അത്തരത്തിലേക്കില്ല എന്നുള്ളൊരു സൂചന നിലവിൽ വരുന്നുണ്ട്. അപ്പോഴും മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അറിയും. ഈ സാമ്പത്തിക ഇടപാട് എന്തിന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വരുന്നത് ഈ വാട്സാപ്പ് ചാറ്റുകളാണ്. ഈ വാട്സാപ്പ് ചാറ്റുകളിൽ ചിലത് മിസ്സിംഗ് ആയിരുന്നു. ആ വാട്സാപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാനായി ഫോൺ ഇരുവരുടെയും, ശ്രീധുവിൻ്റെയും ഒപ്പം ഹരികുമാറിൻ്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ മുമ്പ് സ്വാഭാവികമായും 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് പ്രതി ഹരികുമാറിനെ. അത് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് സമയം. അതിനു മുൻപ് തന്നെ കോടതിയിലേക്ക് മറ്റു കാര്യങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കാൻ ആണ് പോലീസിൻ്റെ നീക്കം. അതിനിടയിൽ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും സമാന്തരമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യും. ഈ മുത്തശ്ശിയിൽ നിന്നും, അതായത് ശ്രീധുവിൻ്റെ അമ്മയിൽ നിന്നും, ശ്രീധുവിൻ്റെ ഈ കൊല്ലപ്പെട്ട ദേവേന്ദുവിൻ്റെ വല്യച്ഛനിൽ നിന്നും ഉൾപ്പെടെയും മൊഴി ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം നിലവിൽ ഈ സ്റ്റേഷനിൽ വിവിധ സ്ഥലങ്ങളിലായി മാറ്റിയിരുത്തി ഓരോരുത്തരെയായി വീണ്ടും മൊഴി രേഖപ്പെടുത്തുകയാണ്. മൊഴികളെല്ലാം ക്രോഡീകരിച്ച് ഇന്നലെ തന്നെ ഈ കേസിലൊരു നിർണായകമായ ഇടപെടലുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് വെച്ച് മാറ്റിയിരുത്തി ചോദ്യം ചെയ്യുകയും അതിന് പിന്നാലെ ആ മൊഴികളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം രണ്ടാം ഘട്ട മൊഴിയെടുപ്പുണ്ടായിരുന്നു. ആ മൊഴിയെടുപ്പിലായിരുന്നു കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നത്. സമാനമായ നിലയിലാണ് ഇന്നും പോലീസ് ഒരു നടപടികൾ സ്വീകരിക്കുന്നത്. ഇവിടെ എത്തിച്ച എല്ലാവരെയും ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു. അതിനുശേഷം അതിൽ നിന്നും വൈകുന്നേരത്തോടെ ഈ കേസിൽ ഒരു ഉത്തരം നൽകാൻ പോലീസിന് കഴിയും എന്നാണ് സൂചന. അതിന്റെ ചുരുളഴിക്കാനുള്ള വലിയ ശ്രമം നടത്തുകയാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ പൂജാരി പ്രദീപ്, അയാൾ കസ്റ്റഡിയിലാണ്. കരിക്കകത്തെ താമസ സ്ഥലത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ടുള്ള ബന്ധം ഈ പ്രദീപ് എന്ന ഈ പൂജാരിക്കുണ്ടോ എന്നതിൽ പോലീസിന് എന്തെങ്കിലും സൂചനകളുണ്ടോ? തന്നെയുമല്ല, ഇന്നലെ ഒരു മൊഴി പുറത്തു വന്നത് ഈ കുട്ടിയുടെ അമ്മ ഏതാണ്ട് 30 ലക്ഷം രൂപ കരിക്കകത്ത് ഒരാൾ തട്ടിച്ചു എന്ന് പറഞ്ഞിരുന്നു. അത് ഈ പൂജാരിയെ പറ്റിയാണോ ആ പരാമർശം? വിജയകുമാർ, ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗികമായി നമുക്കിപ്പോൾ ലഭിക്കുന്ന, അതായത് ഇയാളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധി, കുട്ടിയുടെ ജനനം, അതായത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരുടെ ജനനം കാരണം ഈ കുടുംബത്തിന് തടസ്സപ്പെട്ടു എന്നുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണോ ഇതെന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കരിക്കകം സ്വദേശിയായിട്ടുള്ള പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരിക്കകത്തെ ഇയാളുടെ വീട്ടിലാണ്. ഈ വീട് കേന്ദ്രീകരിച്ച് ശ്രീധു ഇവിടേക്ക് എത്തിയിരുന്നു. ഈ കുട്ടിയുടെ അമ്മാവൻ നിലവിൽ ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയ
എന്ന് പോലീസ് കരുതുന്ന കുട്ടിയുടെ അമ്മാവൻ അയാളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ശ്രീതു ഇവിടെ ചില മതപഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തി ഈ ജ്യോതിഷം അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള വിവരം അത് പോലീസിന് ഔദ്യോഗികമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതാണ് ഈ പ്രദീപിന്റെ വീട് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രം, ആ മൂകാംബിക മഠം എന്ന പേരിലാണ് കരിക്കകത്തെ ക്ഷേത്രം ഇയാൾ നടത്തി വന്നിരുന്നത്. ഇയാളുടെ പശ്ചാത്തലം വിജയകുമാർ ചോദിച്ചതുപോലെ പറയുകയാണെങ്കിൽ ഏതാണ്ട് 20-22 വർഷങ്ങൾക്ക് മുൻപ് ഇയാളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശംഖുമുഖം സ്വദേശിയാണ്. ഇയാൾ അവിടെ ഒരു സ്റ്റേഷനറി കട നടത്തി വരികയായിരുന്നു. ഈ സ്റ്റേഷനറി കട ആ ബിസിനസ് കഴിഞ്ഞതിന് ശേഷം ഇയാൾ പിന്നീട് മുട്ട കച്ചവടം അതിലേക്ക് പോയി. അതായത് ഈ വീടുകളിലേക്കൊക്കെ മുട്ട കൊണ്ടു വിൽക്കുന്ന ഒരു കച്ചവടം നടത്തി. അതിനുശേഷം ഇയാൾ കുറച്ചുനാൾ കാതികനായി പ്രവർത്തിച്ചു. ആ കാതിക വേഷവും അഴിച്ചു വെച്ചിട്ടാണ് അയാൾ സ്വാമിയായത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ അയൽക്കാരും അയൽവാസികളും ഒക്കെ നമ്മളോട് ഇതിനോടകം തന്നെ പങ്കുവച്ചിരിക്കുന്ന കാര്യം. അതിനുശേഷം കഴിഞ്ഞ 20 വർഷക്കാലമായി ഇയാൾ ഈ സ്വാമി എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. പുറത്തുനിന്നടക്കം ചില ആളുകൾ മന്ത്രവാദത്തിനടക്കം ഇവിടേക്ക് എത്തി എന്നുള്ള കാര്യവും നാട്ടുകാർ പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാൾ ഇപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞ ഇയാളുടെ ആദ്യ ഭാര്യയുടെ കുടുംബ വീടാണ്. അവിടെ പിന്നീട് ഇയാൾ ഈ പൂജ കർമ്മങ്ങൾക്കായി ഇത്തരം സ്ഥലങ്ങളൊക്കെ നിർമ്മിക്കുകയായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്ന കാര്യം. ഏതായാലും ഇയാളെ കേന്ദ്രീകരിച്ച ചില സംശയങ്ങൾ നാട്ടുകാർക്കുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അവർ ഓരോ സമയത്തും പരാതിയായിട്ടൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ നാട്ടുകാർ ആ പരാതിയൊക്കെ ആവർത്തിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇവിടെ നിന്ന് അർദ്ധരാത്രിയിലടക്കം പൂജയുടെ ശബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചില അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി അയൽവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഏതായാലും പ്രദീപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണ് എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ നെയ്യാറ്റിൻകരയിൽ പുരോഗമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്മാവൻ, അതല്ലെങ്കിൽ അമ്മ ശ്രീതു, ഇതിനകത്ത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഒരു തേർഡ് പേഴ്സൺ ഇന്റർഫിയറൻസ് ഇക്കാര്യത്തിലുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താൻ കസ്റ്റഡിയിലുള്ള ഈ പ്രദീപിനെ വിശദമായി ചോദ്യം ചെയ്യണം. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി തടസ്സപ്പെട്ടു കുട്ടിയുടെ ജനനം കാരണം എന്നുള്ളതാണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവെങ്കിൽ ഇത് മറ്റൊരു ഡയമെൻഷനിലേക്ക് കാര്യങ്ങൾ പോകും. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുൻപ് സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വാട്സ്ആപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച്, പ്രദീപിന്റെ അടക്കം ചില വാട്സ്ആപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദീപ് ഈ കുട്ടിയുടെ അമ്മ ശ്രീതുവുമായി ബന്ധമുള്ളയാളാണ്. അവർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ശ്രീതു ഇവിടുത്തെ ഈ സ്ഥലത്തെ നിത്യസന്ദർശകയായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡെത്തിലേക്ക് ഇയാളെ കണക്ട് ചെയ്യാനുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം അത് പോലീസ് പിന്നീട് പറയേണ്ട കാര്യമാണ്. പക്ഷേ ആ ഒരു സൂചന, ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ ഇപ്പോൾ നടന്നു വരുന്നത്. വിജയകുമാർ.